നമസ്തേ. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. ഓരോരുത്തരും ഓരോ ദൃശ്യങ്ങളും എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണ്. പലതും നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്നുള്ളതൊന്നും അറിയാത്തത് കൊണ്ടാണ് അതിന്റെ ദൃശ്യങ്ങളൊന്നും നമ്മൾ കാണിക്കാത്തത്. അപ്പോ ഇത് നിങ്ങൾ നിരന്തരമായിട്ട് ഇപ്പോ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ദൗത്യമാണ്. ആരെയും വെറുതെ വിടില്ല എന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. കാരണം നമ്മുടെ യുവതയെ മുഴുവൻ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നെല്ലാം പാഞ്ഞു വരുന്നു എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായിട്ടുള്ള കാര്യം. അപ്പോ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും പലയിടങ്ങളും സാമൂഹ്യ വിരുദ്ധ താവളങ്ങളായിട്ടും, സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളുമായിട്ടും ഒക്കെ പറയാറുണ്ട്. ചില ഇടങ്ങൾ അല്ലെ, ചില പാലത്തിന്റെ അടിവശങ്ങൾ, ചില ഒഴിഞ്ഞ പറമ്പുകൾ, ചില ആരാധനാലയങ്ങളുടെ ബാക്ക് സൈഡുകൾ ഇതൊക്കെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ നടക്കുന്നുണ്ട്. ഈ പിടികൂടുന്ന ആളുകളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഇതെല്ലാം ഇടനിലക്കാരാണ്. ഇടനിലക്കാരിലേക്കാണ് ഇപ്പോഴത്തെ ഈ പോക്കും അറസ്റ്റും ഒക്കെ ഉണ്ടാകുന്നത്. നല്ലത് തന്നെ. അങ്ങനെ കുറെ എണ്ണങ്ങൾ പോയി അകത്ത് കിടക്കട്ടെ. അകത്ത് കിടക്കുമ്പോൾ പറയാനുള്ള ഒരു കാര്യം, അവിടുത്തെ ചിക്കനും ചപ്പാത്തിയും ഒക്കെ നിർത്തിയിട്ട് സാധാരണ ഭക്ഷണമൊക്കെ കൊടുത്താൽ മതി. കുറച്ച് ഭക്ഷണം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇവന്മാരൊക്കെ പുറത്തിറങ്ങിയിട്ട് സമൂഹത്തിന് നന്മ ചെയ്യാനൊന്നും എന്തായാലും പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. വിജയ് ഇപ്പൊ കണ്ടില്ലേ, തമിഴ്നാട്ടില് ഇവന്മാർക്ക് കൊടുക്കുന്ന തീറ്റയും വലിയ ഗംഭീരമായ തീറ്റയുടെ പൈസ എടുത്തിട്ട് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയാണ്. വിദ്യാർത്ഥികളുടെ പഠനാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണത്. ഇപ്പൊ പറഞ്ഞു വന്നത്, ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടിട്ട് പലയിടങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പെരുമ്പാവൂരിൽ നിന്നൊക്കെ പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. പലരും പച്ചയ്ക്ക് അല്ലെ ക്യാമറ എടുക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞാലും ഇതൊക്കെ ചെയ്യാൻ ധൈര്യമുള്ളവരായിട്ട് മാറിയിട്ടുണ്ട്. സ്കൂളുകൾക്ക് സമീപത്ത് നിന്നും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിടികൂടുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ്, നമുക്ക് ഞെട്ടലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ചില കടകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ചില ആളുകൾ ചില കാര്യങ്ങളൊക്കെ വിൽക്കാനിരിക്കുന്നുണ്ടാവും. ഇവര് വിൽക്കുമ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ സ്ഥിരമായിട്ട് അവിടെ തന്നെ കാണും. അപ്പൊ അങ്ങനെ കാണുന്ന ആളുകൾ പോലും പലപ്പോഴും നോട്ടപ്പുള്ളികളാണ്. പക്ഷെ ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതേ ഇടത്തിൽ തന്നെ പിന്നെയും വരുന്നതും നമുക്ക് കാണാം. നമുക്കറിയാം ഇതിന്റെയൊക്കെ ഒരു പിന്നിൽ എന്ന് പറയും പലപ്പോഴും രാഷ്ട്രീയപരമായ ബന്ധമുള്ളവരും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനെ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിൽ ഉടനീളം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഇടനിലക്കാരിലായിട്ടോ അല്ലെങ്കിൽ ഇത് വിൽക്കുന്ന സെല്ലേഴ്സിലോ മാത്രം ഒതുങ്ങരുത്. ഇതിന്റെ മുകളിലുള്ള ആളുകളെയും അല്ലെ, ഇതിന്റെയൊക്കെ കൊമ്പത്തിരിക്കുന്ന ആളുകളെന്ന് നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ള ആളുകളെയും കൂടി പിടികൂടണം എന്നുള്ളതാണ്. പിന്നീട് ഇവന്മാരൊന്നും പുറത്തിറങ്ങരുത്. പിന്നീട് ഒരിക്കലും ഇവന്മാര് പുറത്തിറങ്ങരുത്. ഒരുപാട് അമ്മമാരുടെ കണ്ണീരിന് അതോടുകൂടി ഒരു ആശ്വാസം ഉണ്ടാകുമെന്നുള്ളതാണ്. കരഞ്ഞ് 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 ജീവിതം മുഴുവൻ ഇല്ലാതെയായി പോയ അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, അമ്മയെ കൊന്ന മകന്മാരുണ്ട്, അച്ഛനെ കൊന്ന മകന്മാരുണ്ട്. ഇത് രണ്ടും അല്ലാതെ തിരിച്ചുണ്ടായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന അല്ലെ, ഞെട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലതും ഇത്തരത്തിലുള്ള ലഹരിയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി പറയാനുള്ളതാണ് ഏറ്റവും ഗംഭീരമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇതിൽ പിടിയിലാകുന്ന ചിലരുടെയൊക്കെ ബയോ കാണുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. എന്താ പറയാ, സൗന്ദര്യ റാണിമാരും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെയാണ്. ഇതൊക്കെ റീൽസിലൊക്കെ താരങ്ങളാണ് പലരും. റീൽസിൽ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 റീൽസ് എടുത്താൽ അതിലൊരു കുറച്ച് ലൈക്കും കമന്റും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെയൊക്കെ നമ്മുടെ മീഡിയ ലോകം തന്നെ വിശേഷിപ്പിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഇവർ ചെയ്യുന്നത്? 4 പടം എടുത്തിടുന്നത്, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും മോഷ്ടിച്ച് 2, 3 കോട്സ് എടുത്തിട്ടിട്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും പടം എടുത്തിടുന്നത്. ഇതാണോ ഇതാണോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ? ആണോ? നമ്മള് വീണ്ടും ഒന്ന് ആലോചിക്കണം അല്ലെ.
പലരും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ പുറകെ പോയിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ഇൻഫ്ലുവൻസർ ആണ് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിച്ചത്. ഇതിന് തുണയായിട്ട് നിന്നത് അവന്റെ അമ്മയാണ് എന്നുള്ളതാണ്. അവന്റെ ഉമ്മയാണ് അതിന് തുണയായിട്ട് നിന്നത്. ഇപ്പൊ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പണമുണ്ടാക്കുന്ന, നല്ല രീതിയിൽ പണമുണ്ടാക്കുന്ന ആളുകളുണ്ട് ട്ടോ. അതും പറയണമല്ലോ. അപ്പൊ ഇത്തരത്തിൽ പലതിനും മറ പിടിക്കാനായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. സീരിയൽ, സിനിമാ ബന്ധങ്ങൾ ഒക്കെ നമ്മൾ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടും ലഹരി കടത്തുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു റീലില് ഭാര്യയും ഭർത്താവുമാണ്. ഇതാണ് പണി. ലഹരി വിൽപ്പനയാണ് പണി. എന്നിട്ട് പോലീസിനെ വെല്ലുവിളിക്കുകയാണ്. അപ്പൊ പോലീസിനെ വെല്ലുവിളിക്കുന്ന ഇത്തരക്കാരൊക്കെ ഉള്ള നാട്ടിലാണ് ഈ സോഷ്യൽ മീഡിയ താരങ്ങളും കൂടി വരുന്നത്. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ താരങ്ങളുടെ പിന്നാലെ പോകല്ലേ. പലർക്കും പല കഥകളുമാണ്. ഇതൊന്നും നിങ്ങളോടൊക്കെ പറയുന്ന കഥകളൊന്നും നമുക്ക് വിശ്വസിക്കാനേ പറ്റാത്തതാണ്, വിശ്വസിക്കാനേ കൊള്ളൂലാത്തതാണ്. അങ്ങനെ പലരും ഇത്തരത്തിലുള്ള ആളുകളൊക്കെയും വീട്ടിൽ നിന്ന് പെൺകുട്ടികളെ ചാടിച്ചു കൊണ്ടുവരിക, അല്ലെ? വിളിച്ചിറക്കി കൊണ്ടുവരിക, എന്നിട്ട് ഹോസ്റ്റലുകളിൽ നിർത്തുക, എന്നിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ അവരെ കൊണ്ടുപോവുക. പിന്നീട് ഈ പെൺകുട്ടികൾ പെട്ടുപോവുകയാണ്. പിന്നെ ഊരിപ്പോകാൻ പറ്റില്ല. ഇത്തരത്തിൽ പലതരത്തിലുള്ള അസുഖങ്ങളുമായി ജീവിക്കുന്ന ആളുകളുടെ കൂടെ ഈ പെൺകുട്ടികൾ പെട്ടുപോകുന്ന സംഭവമുണ്ട്. തിരിച്ചുമുണ്ട്. ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മുഴുവനും ഇൻഫ്ലുവൻസേഴ്സ് ആണോ? അത് നിങ്ങൾ തന്നെ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സോഷ്യൽ മീഡിയയിൽ 4ഓ 5ഓ ഫോട്ടോസ് ഇട്ട് കുറച്ച് ലൈക്കും ഷെയറും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് കാണുന്നു. ഈ ലോകത്തിനോട് സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത്. എങ്ങനെയാണ് നമ്മളെ ഒരാള് ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നത്? നമ്മുടെ അവരുടെ കാപട്യം നിറഞ്ഞ മുഖം മറച്ചു വെച്ചുകൊണ്ട് മുന്നിൽ വന്നുകൊണ്ട് സൽപ്രവൃത്തി വിളമ്പുന്നതല്ല. നമുക്ക് മുന്നിൽ ഒരുപാട് പേരുണ്ട്. നമുക്ക് മുന്നിൽ ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിവിധ ആശയങ്ങളുള്ളവരുണ്ട്. പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരുണ്ട്. അവരൊക്കെ പറഞ്ഞു തന്ന ഒരു നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അവരൊക്കെ ചെയ്തതുപോലെ ഇത്തരത്തിലുള്ള കാപട്യം നിറഞ്ഞവർക്ക് കഴിയുമോ? അപ്പൊ ഇതൊന്നും ഇന്നത്തെ കാലത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പറയുമ്പോ പറയും അമ്മച്ചി വന്നിരുന്നുകൊണ്ട് സദാചാരമാണ്. സദാചാരമൊന്നുമല്ല. നിങ്ങൾ തന്നെ എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ നല്ല വീഡിയോസ് എടുക്കുന്നു, നല്ല കണ്ടന്റ് എടുക്കുന്നു, നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഓഹോ, അതിന് ലൈക്ക് കിട്ടി, ഷെയർ കിട്ടി, അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാവുന്നു എന്നുള്ളത് പറയുന്നത് വരെ ഓക്കെ. ആണ്. ശരിയാണ്. ചില കാര്യങ്ങൾ നമുക്ക് ചിലതിൽ നിന്നും മനസ്സിലാക്കാനും കഴിയുന്നുണ്ടാകും. അല്ലാതെ നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരവരുടെ ജീവിതം കൊണ്ട് നമുക്ക് മുന്നിൽ ഒരു വഴികാട്ടിയായിട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് പണ്ടൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ജീവിതത്തെ കാണുകയും നമുക്കത് മാതൃകയാക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളോട് പറഞ്ഞു തരികയും എഴുതി വെക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് മഹാന്മാരും മഹതികളും ഒക്കെ നമുക്ക് മുമ്പിലുണ്ട്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ 4 റീൽസ് വിട്ട് മയക്കുമരുന്നും ലഹരിയും ഒക്കെ വിൽക്കാൻ പോവുകയും മറ്റ് പ്രവർത്തനങ്ങൾക്ക് പോവുകയും കുറെ സബ്സ്ക്രിപ്ഷനും ഒക്കെ വേണ്ടിയിട്ട് കുറെ ചേറ്റത്തരങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരെയൊന്നും ഇനി ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയരുത്. അത് നമുക്ക് മുന്നേ നടന്നുപോയ മഹാന്മാർക്ക് അപമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പല ഇൻഫ്ലുവൻസേഴ്സിന്റെയും മുഖംമൂടി അഴിഞ്ഞു വീഴുന്നതൊക്കെയും നമ്മൾ ഇക്കഴിഞ്ഞ കാലങ്ങൾക്കിടയിൽ തന്നെ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് എന്റെ പൊന്നു മക്കളെ, എന്റെ പൊന്നു ജീവിതങ്ങളെ, നമ്മൾ പറയില്ല ഇതൊക്കെ വെറും തുരന്തോ എക്സ്പ്രസുകളാണ്, വെറും ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെയൊക്കെ പുറകെ പോയിട്ട്. അതുകൊണ്ട് പൊന്നു തുരന്തങ്ങള്, ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടൊന്നും പറഞ്ഞേക്കല്ല. അത് മാധ്യമങ്ങളായാലും ആരായാലും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.